കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഈ ഒരു പകൽക്കാലം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ സാഹചര്യത്തിനെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലം കൂടെ കാണുവാൻ, നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ, ആരോഗ്യത്തോടെ ആയിരിക്കാൻ എൻ്റെ കർത്താവ് ചെയ്ത വലിയ കൃപയ്ക്കായി, അവൻ്റെ വലിയ മഹത്വത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കെല്ലാവർക്കും ഒരു മനസ്സോടെ കണ്ണുകളെ അടച്ച് ഒരല്പസമയം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ആരാധന ആരംഭിക്കുക. ഹാലലൂയ 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 ഓരമശന്തനാരതലതനെ രഖനതനെ ഹാലലൂയ. എല്ലാവർക്കും ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഇതുവരെ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നമ്മളെ കരുതിയ കരുതലിനെ ഓർത്ത് ഹാലലൂയ. നമ്മൾ വീഴുമെന്ന് തോന്നിയപ്പോൾ അവൻ്റെ ബലമുള്ള ഭുജത്തിന്മേൽ നമ്മെ താങ്ങിയ വിധങ്ങളെ ഓർത്ത് ഹാലലൂയ. നമ്മൾ തകരുമെന്ന് തോന്നിയപ്പോൾ എൻ്റെ കർത്താവിൻ്റെ വലിയ കരുണ കൊണ്ട് നമ്മളെ മാറോടണച്ച വിധങ്ങളെ ഓർത്ത് ഹാലലൂയ. നമ്മൾ ഒറ്റപ്പെട്ടെന്ന് തോന്നിയപ്പോൾ ഹാലലൂയ, ആരുമില്ലെന്ന് നിൻ്റെ ചാരത്തിൽ നിന്നെ കേൾക്കുവാൻ, നിന്നെ കാണുവാൻ, നിന്നെ അറിയുവാൻ ആരുമില്ലെന്ന് നീ ഭാരപ്പെട്ടപ്പോൾ തൻ്റെ മാറോട് ചേർത്ത് അണച്ച സ്നേഹത്തെ തന്ന ആ നല്ല കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്നുകൂടെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മെ ബലപ്പെടുത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹാലലൂയ. സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഹാലലൂയ നമ്മെ പരിപാലിച്ച് തൻ്റെ പാദപീഠത്തിൽ, ഹാലലൂയ, സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി പാദപീഠം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം പോലെ ഹാലലൂയ നമ്മൾ അവൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ, അവൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ, നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നാം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി അവൻ്റെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യത്തെ പകർന്നു തരുവാൻ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം സർവശക്തനായി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നീ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കാം, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നുണ്ട്. ഹാലലൂയ. ഓ റബശന്തനേ രദലദനാരദലദനേ രഖനദനേ വൈഡബരവനവശന്തനേ രദലദനാരദലദനാരഖനദലദന വൈഡബരവനവശന്തനാരദലദനേ രദലദനാരഖനദലേ ഓ റബശന്തനാരദലദന ചുടമനേ രവനവരവന ഓ റബശഖനേ രദലദന. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യമോടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഭാരത്തോടെ, ഏതെങ്കിലും വിഷമത്തോടെ, ഇന്ന് ആരെങ്കിലും നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു ചെന്ന് സകല നെഗറ്റീവ് സ്പിരിറ്റുകളെയും ഭവനങ്ങൾക്കകത്തു നിന്ന് പുറത്താക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ആരംഭത്തിൽ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ 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 സ്തുതിക്കുന്ന പരിശുദ്ധനെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. വേണ്ടുമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപയെ ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ നിറവിനെ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളുടെ മേൽ പരിശുദ്ധാത്മാവ് തന്നെ പൂർണ്ണമായി നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു: സൃഷ്ടാവാൻ ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാ നായകനെ, വന്ദിതനാ നായകനെ, സൗഖ്യത്തിൻ നായകനെ, കർത്താതി കർത്താവേ. ഹാലലൂയ ഹാലലൂയ. സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം അവൻ ഇന്ന് ഹാലലൂയ വേറെ ഒരിടത്തുമല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ കർത്താവ് ആത്മാവായി നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. ഹാലലൂയ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ നമുക്ക് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണാത്മാവോടെ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കാമോ? നമുക്കൊരുമിച്ച് എൻ്റെ കർത്താവിനെ ഒരല്പസമയം ആരാധിക്കാം. സകല ചിന്തകളും ഭാരങ്ങളും വെടിഞ്ഞ് സകലതും വിട്ട് കുറച്ച് സമയം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹാലലൂയ.
ദൈവമേ എൻ യേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ നായകനേ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപാധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ,
സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന കർത്താവ്. ഓറബശന്തലദലദന വൈഡവരവനമശന്തനാരദലദനേരകനദലദന അസ്തനേരവരവശന്തനേരദലദനേരകനദനേരവരവശന്തന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ഈ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ഈ നല്ല ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തുള്ളവർ എത്ര തന്നെ നമുക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും ശരി തന്നെ, എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ കർത്താവ് എങ്ങും മാറിപ്പോയിട്ടില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, എൻ്റെ കർത്താവ് നമ്മെ വിട്ട് മാറിപ്പോയി, നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ ദൈവം, ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞ ആ സ്നേഹം നിറഞ്ഞ വാക്കുകൾ എപ്പോഴും നിന്റെ കാതുകളിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. ഓറബശന്തനേരദലദന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തിലെ ദുഷ്ടന്മാർ എത്ര തന്നെ ആക്ഷേപം ചൊല്ലിയാൽ, നിന്ദകളും പരിഹാസങ്ങളും ഓതിയാൽ, നമ്മുടെ കർത്താവ് പോയതായ പാത നമുക്ക് മതി. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്വാധീനിക്കട്ടെ. എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ദിവസനിധിയിൽ നമുക്ക് കൂടി താഴ്ത്താമോ? ഹല്ലേലൂയ. പരിശുദ്ധനോട് വന്ന് വസിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ പാർക്കുവാനൊരു മന്ദിരത്തിനെ അല്ല, കട്ടുകൊണ്ട് കെട്ടിയ അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചൊരു മന്ദിരമല്ല എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്വന്തം സ്വരൂപത്തിലും സ്വന്തം ഛായയിലും കർത്താവ് സൃഷ്ടിച്ച നിന്നെ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു, നിന്റെ ഉള്ളിൽ വസിക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നുവെങ്കിൽ ഞാൻ അവനോട് കൂടെയും അവൻ എന്നോട് കൂടെയും അത്താഴം കഴിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവസ്നേഹം അറിഞ്ഞതിന് ശേഷം, ഈ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതിന് ശേഷം പിന്മാറി നിൽക്കുന്ന ആരോ ഈ ഒരു ലൈവ് കാണുവാനായിട്ടിടയാകുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, ഈ ദൈവസ്നേഹം നിന്നെ പിന്നെയും മാടി വിളിക്കുന്നു. ഒരിക്കൽ കൂടി ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സറണ്ടർ ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം നിനക്ക് മനസ്സുണ്ടോ? ഓ ഹല്ലേലൂയ. നിന്നെ പേർ ചൊല്ലി വിളിച്ച് നിന്റെ മേൽ വാഗ്ദത്തം ചൊരിഞ്ഞപ്പോൾ നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നിന്നെക്കുറിച്ച് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. നീ പലപ്പോഴും അതിനെ തെറ്റിച്ച് കളഞ്ഞ് നീ ഓടി ഒളിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം നിന്നെ പ്രതി കുറഞ്ഞു പോയിട്ടില്ല. അതേ സ്നേഹത്തോടെ, ഹല്ലേലൂയ, അതേ സ്നേഹത്തോടെ, അതേ കരുതലോടെ നിന്നെ മാടി വിളിക്കുന്ന ദൈവസ്നേഹം ഇന്ന് നിന്റെ അരികിൽ നിൽക്കുന്നു. നിന്റെ ഹൃദയം തുറക്കുവാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. അതിനകത്ത് വസിപ്പാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനകത്ത് വസിച്ച് നിന്നെക്കൊണ്ട് ചിലത് ചെയ്യിപ്പാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന, പാപത്തിൻ്റെ ചെളിയിൽ കിടക്കുന്ന ചിലതിനെ വലങ്കരം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുവാൻ ദൈവം നിന്നോട് ചിലത് ചെയ്യും. ദൈവ പൈതലേ, നീ മടങ്ങി വാ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ഈ അപ്പൻ്റെ സന്നിധിയിലേക്ക്. ഈ അപ്പൻ്റെ സ്നേഹം ഇന്ന് മാറാത്തത്, അത് വിട്ടു മാറാത്തത്. ഹല്ലേലൂയ. ഇതുപോലുള്ളൊരു സ്നേഹം യേശുവിൻ സാന്നിധ്യമേ. ഹല്ലേലൂയ. ഇതുപോലെ വേറൊരു സ്നേഹം നമുക്കില്ല. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒന്ന് മാത്രം നിന്നെ അന്ത്യത്തോളം ചുമക്കുമെന്ന് വാഗ്ദത്തം ചെയ്തത് എൻ്റെ കർത്താവ് മാത്രമാണെങ്കിൽ, നിന്റെ ബലഹീനതകളെ ക്ഷമിക്കുന്ന നല്ല കർത്താവ് ഇന്ന് നിന്നെ നോക്കി മാടി വിളിക്കുന്നു, മകനെ നീ മടങ്ങി എൻ്റെ അരികിലേക്ക് വാ. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളെ മാറോടണച്ച് സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു.
അങ്ങയുടെ കൃപ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അപ്പാ, ഈ ആരാധനയിലായിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരത്തോടിരിക്കുന്നുവെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു ചെന്ന് ദുർഘടങ്ങളെ നേരെയാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ഇവർക്ക് മുൻപടെയായി പിൻപടെയായി ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാതകൾ നിരപ്പായി മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ഇവർക്ക് മുന്നമേ കടന്നു ചെന്ന് താമ്ര ഓടാമ്പലുകളെ തകർത്ത് ഇരുമ്പ് ചങ്ങലകളെ കണ്ണിച്ച് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ സകല വഴികളും ഇവർക്ക് മുന്നിൽ ഓപ്പൺ ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കും, അങ്ങയുടെ മഹത്വത്താൽ നിറയ്ക്കും. ശേഷിക്കുന്ന ശുശ്രൂഷകളുടെ മേൽ ദൈവ സാന്നിധ്യം പകരുന്നതിനായി സ്തോത്രം കർത്താവേ. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശക്തിയോട് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പാ. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ദേശങ്ങളെ അപ്പാ, ഞങ്ങളുടെ പട്ടണങ്ങളെ, ഞങ്ങളുടെ രാജ്യങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് കർത്താവ് ജനം വളരെയധികം ഭീതിയുടെ നിഴലിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ ഭയത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കി കളയട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാല തൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തെ ഈ വിശ്വസിക്കുന്ന ജനത്തിൻ്റെ മേൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം ചലിക്കും. അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ചിലതിനെ മടക്കിക്കൊണ്ട് വരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ട് വരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യ ഹാലേലിയ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ഹാലേലിയ. സ്വർഗത്തിലെ ദൈവം നന്ദി, നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഹാലേലിയ. ഇന്ന് ഞങ്ങൾ ഹാലേലിയ കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നത് ഹാലേലിയ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹാലേലിയ. നിന്ദിച്ചവയുടെ മധ്യയും ഹാലേലിയ സ്വർഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ്. ഒരു വിടുതലിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഹാലേലിയ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് ഹാലേലിയ. ജീവിതത്തിൽ ഹാലേലിയ ദൈവത്തെ അറിയാതെ ജീവിച്ച സമയം ഹാലേലിയ 2016 ഒക്ടോബർ മാസം ഹാലേലിയ സ്വർഗത്തിൽ ദൈവം നെടുവങ്ങാട് കൈപ്പം ചർച്ചയിൽ കടന്നു ചെല്ലുവാനും ഹാലേലിയ തലമുറകളില്ലാതെ വളരെ ഭാരത്തോടെ ഞങ്ങളായിരുന്നപ്പോൾ ഹാലിൽ പല വ്യക്തി ജീവിതങ്ങൾ ഞങ്ങളെ ഹാലിൽ നിന്ദിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. അപ്പോൾ 3.5 വർഷക്കാലമായി ഹാലെ കുഞ്ഞുങ്ങളില്ല, നിങ്ങൾക്ക് തലമുറ എന്ത് ഉണ്ടാകാത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചോടെ മധ്യം ഞങ്ങൾ ദൈവത്തെ അറിയുവാനും ഹാലേലിയ നെടുവങ്ങാട് കൈഫൽ ചർച്ചിൽ കടന്നു ചെന്ന് ഹാലേലിയ ദൈവദാസന്മാർ ഞങ്ങളുടെ ഹാലിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ നോക്കി ദൂത് പറഞ്ഞ് ഹാലിൽ നിങ്ങൾക്ക് തലമുറകൾ ജനിക്കുമെന്ന് ഞങ്ങളത് വിശ്വസിച്ചു ഹാലിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തു ഹാലേലിയ. അതേ ഹാലേലിയ വാക്ക് പറഞ്ഞ ദൈവം ഹാലേലിയ വാക്ക് മാറാത്ത ദൈവം വിശ്വസ്തൻ ഹാലേലിയ. അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുന്നു ഹാലേലിയ. അന്ന് ഹാലേ ഞങ്ങൾ ആ ദിവസങ്ങൾ ദൈവസന്നിധി കടന്നു ചെല്ലുകയും നമുക്ക് വേണ്ടി സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ഹാലേലിയ. ദൈവം ദേവദാസനിലൂടെ പറഞ്ഞ ദൂതൊന്ന് ഹാലേലിയ തലമുറകൾ ജനിക്കുമെന്ന് ഹാലേലിയ. ഞങ്ങൾ വളരെ ഭാരത്തിലായിരുന്നു ഹാലേലിയ. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ഇറങ്ങി ഹാലേലി പാരമ്പര്യ സഭയിലായിരുന്നു ഞങ്ങൾ ഹാലേലിയ. ആ സഭയിൽ നിന്ന് മാറിയപ്പോൾ ഞങ്ങൾ ഭവനത്തിൽ വന്ന് ഹാലേ ചോദിച്ച വ്യക്തികളുണ്ട് ഹാലേലിയ. നിങ്ങൾ തലമുറകൾ കിട്ടുമെന്ന് വിചാരിച്ചാണോ ആ സഭയിൽ കടന്നു ചെന്നതെന്ന് ഹാലേലിയ. ഞങ്ങൾ വറുത്തൊന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് കർത്താവ് തലമുറ തരും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ഞങ്ങൾ പറയുന്നു ഹാലേ ഞങ്ങൾക്ക് തലമുറ ദൈവം തരുമെന്ന് ഹാലേലിയ. ഞങ്ങൾ ആ സഭയിൽ ഹാലേ ദൈവത്തെ ആരാധിക്കുവാനായി ഞങ്ങൾ ആ സഭയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു ഹാലേലിയ. അതിൻ്റെ ഫലമായി ഹാലേ ദൈവസഭയിലെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി അവർ ഹാലേലിയ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ഹാലേലിയ. ദൈവദാസൻ ഞങ്ങൾക്ക് ദൂത് തന്നു ഹാലേ. ഞങ്ങളെ ചർച്ചിൻ്റെ ഞായറാഴ്ച 2ാമത്തെ സർവീസിൽ ഞങ്ങളെ ഫ്രണ്ടിൽ വിളിച്ചു നിർത്തി ഹാലേ ഒരു പ്ലേറ്റ് തന്നു. 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായിട്ട് ഒരു പ്രോഫറ്റിക്കൽ ആക്ഷൻ ഞങ്ങളുടെ കാണിച്ചു ഹാലേ ശ്രീജി പാസ്റ്റർ ഹാലേലിയ. അത് ഞങ്ങൾ റിസീവ് ചെയ്ത് ഇരട്ട കുഞ്ഞുങ്ങൾ ഞങ്ങൾ ആ ദിവസം 1 മാസം കഴിഞ്ഞപ്പോൾ ഹാലയിൽ ഞങ്ങളുടെ ഭവനത്തിൽ വിവാഹ വാർഷികമായി ഞങ്ങളൊരു പ്രെയർ വെച്ച ആ സമയത്ത് ഹാലയിൽ ഞങ്ങൾ അഭിഷിക്തനായ ഷിജു പാസ്റ്റർ ഹാലേലിയ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു കർത്താവ് ഈ ഭവനത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നുവെന്ന് ഹാലേലിയ. അതും ഞങ്ങൾ ഏറ്റെടുത്ത് അധികം താമസിക്കാതെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീജി പാസ്റ്റർ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്നുവെന്ന് ഹാലേലിയ. അതേ 2 ദൈവദാസന്മാരുടെ കർത്താവ് കൊടുത്ത വാഗ്ദത്തം ഹാലേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഹാലേലിയ. ഞങ്ങൾ ഇതെല്ലാം ഏറ്റെടുത്ത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഹാലേലിയ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും ഹാലേലിയ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹാലേലിയ അതേ ഹാലേലിയ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരവസ്ഥ സ്വർഗത്തിലെ ദൈവം ഒരുക്കി ഹാലേലിയ. അതേ വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തൻ ഹാലേലിയ. അതേ 2019 ഹാലേ ദൈവദാസന്മാരുടെ കർത്താവ് തന്ന വീണ്ടും ഒരു വാഗ്ദാനം തന്നു. 2019 തലമുറ ഇനി ഞങ്ങൾ ഈ ഭവനത്തിൽ ആരാധനയ്ക്കായി വരുമ്പോൾ ഈ ഭവനത്തിൽ തലമുറകൾ കാണുമെന്ന് ഹാലേലിയ. 2019 നിങ്ങൾ തലമുറകൾ ഭവനത്തിൽ വരുമെന്ന് ഹാലേലിയ അഭിഷിക്തന്മാർ നമുക്ക് ദൂത് തരിക ഉണ്ടായി ഹാലേലിയ. അത് ഞങ്ങൾ ഹാലേലിയ ഏറ്റെടുത്തു ഹാലേലിയ. 2019
19 ഹാലേലിയായി 3-ാം മാസം ആയപ്പോൾ വളരെ വിഷയം ഈ എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്ങും ഇതായി കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതാകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് ഫോൺ കോൾ എന്നെ വിളിച്ചിട്ട് കിട്ടാതെ ഫാസ്റ്റർ ചർച്ചിൽ വിളിച്ചു. ശ്രീജി പാസ്റ്റർ പറഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് ഒരു കുഴപ്പവുമില്ല. ഞങ്ങളത് ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബ്ലീഡിങ് ആയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ സ്വർഗ്ഗ ദൈവം അവിടെയും പരിപാലിച്ചു. അത്ഭുതകരമായി 6-ാം മാസമായി ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിൽ ശ്രീജി പാസ്റ്ററിൻ്റെ നോർത്ത് ഇന്ത്യയിൽ പോകാനുള്ള ഒരവസരം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. അങ്ങനെ ആ പോകുന്ന വഴി പോയി ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷേ അവിടെ ഞങ്ങൾ ചെന്ന് കാൽച്ചോട്ടി കുറച്ച് ദിവസങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിക്കുന്നു BP കൂടുതൽ, ശരീരം മൊത്തം നീരിഞ്ഞിപ്പോൾ ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷേ ആ ദേശത്തുള്ള സഭകളിലും ദൈവദാസന്മാരും ഈ ഞങ്ങളെ സ്കൈഫും ചർച്ചും ഒരുമിച്ച് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. സ്വർഗ്ഗത്തിൽ ദൈവം 1 മാസം വീണ്ടും നീട്ടി തന്നു. ഹാലേലൂയ. പിന്നെ ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് വരുവാൻ 7 ദിവസമേ ഉള്ളൂ. ആ ദിവസം 7-ാം ദിവസത്തിന് മുമ്പേ ഡിസംബർ 5-ാം തീയതി വിളിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് 7.5-8 വർഷം ആവാൻ പോകുന്നു. അപ്പോൾ ആ ദിവസം ഹാലേലൂയ വളരെ പ്രതികൂലത്തോടെ ആശുപത്രിയിൽ എല്ലാവരും കണ്ണുനീരോടെയും ബുദ്ധിയുടെയും പ്രയാസത്തോടെ ആയിരുന്നപ്പോൾ അന്ന് ഫ്ലൂയിഡ് പൊട്ടി ഓപ്പറേഷൻ രാത്രി 8:30 മണിക്കായിരുന്നു. ഹാലേലൂയ. അവിടെ സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങൾ 2 മക്കളെയും ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങളുടെ കരങ്ങളിൽ തരുവാനായിട്ട് ഇടവന്നു. ഹാലേലൂയ. ഒരു മകനെയും ഒരു മകളെയും സ്വർഗ്ഗത്തിലെ ദൈവം 8 വർഷത്തെ പ്രാർത്ഥന ഹാലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം കേട്ടു. ഞങ്ങൾക്ക് 2 അനുഗ്രഹമായ 2 തലമുറകളെ ദൈവം തന്നു. അതും വാഗ്ദത്തത്തോടു കൂടി തന്നെ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സമാധാനം, സന്തോഷം, സമൃദ്ധി, അതെ നമ്മൾ ദൈവത്തെ അറിഞ്ഞിറങ്ങിയ സമയം ഇതുവരെയും ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങളുടെ ദിവസം ഹാലേലൂയ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്നുണ്ട്. ഹാലേലൂയ. അനുഗ്രഹമായ 2 തലമുറകളെയും എൻ്റെ കർത്താവ് തന്നു. ഒരു മകനെയും മകളും സന്തോഷമായി ഹാലേലൂയ 1 വയസ്സാകുവാനായി പോകുന്നു. ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ കർത്താവ് അവരെ പുലർത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സന്തോഷം തന്ന ദൈവം ഹാലേലൂയ. ഞങ്ങൾ കേൾക്കുന്ന ദൈവജനമേ ഹാലേലൂയ. ആരെങ്കിലും ഹാലേലൂയ തലമുറകളില്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സന്തോഷം തന്ന ദൈവം ഹാലേലൂയ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഹാലേലൂയ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹാലേലൂയ. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വ മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാല അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട വചനമാണത്. പ്രൈസ് ലോർഡ്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ദൈവം മറുപടി തരാനിടയാകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വചനം നമ്മൾ വായിച്ചപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചത് പിറവിയിലെ തന്നെ കുരുടനായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പ്രൈസ് ലോർഡ്. താൻ ജനിച്ചപ്പോൾ തന്നെ കുരുടനായി പിറന്ന ഈ വ്യക്തിയുടെ അടുക്കൽ കർത്താവ് വന്നപ്പോൾ ഈ കുരുടനായ മനുഷ്യനെ നോക്കി ശിഷ്യന്മാരും അവിടെ കൂടിയിരുന്ന ജനങ്ങളും പറഞ്ഞത്, ഇവൻ ഈ കുരുടനാകുന്നതിന് കാരണം ഇവൻ്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തിട്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗവും പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ പലരും നമ്മെ നോക്കിയും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇന്നത്തെ വിഷയങ്ങളെ കണ്ടുകൊണ്ട് പലരും പറഞ്ഞു കാണും, നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ പ്രവൃത്തിയാണ്, നിങ്ങളുടെ അപ്പനും അമ്മയും ചെയ്ത പാപത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു കാണാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശിഷ്യന്മാർ പറഞ്ഞതിന് കാരണം പുറപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ 10 കൽപ്പനകളും അതുമായി ബന്ധപ്പെട്ട് അകൃത്യഭാവങ്ങളും അതിക്രമങ്ങളും ആകാശത്തിന് കീഴിൽ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ അത് അനുസരിച്ച് അവരുടെ 10 തലമുറകളോളം 1000 തലമുറ വരെ
ഉണ്ടാകുന്ന പാപത്തെക്കുറിച്ചും ഒക്കെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പനും അമ്മയും നമ്മുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് തലമുറകളിലോട്ട് വരുമെന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഈ വ്യക്തിയും അപ്പൻ്റെയും അമ്മയുടെയും പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ വ്യക്തിയും ഇപ്പോൾ കുരുടനായിരിക്കുന്നത് എന്ന് ശിഷ്യന്മാർ ചിന്തിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയും നമുക്ക് പല ഇടങ്ങളിൽ കാണാൻ പല സാഹചര്യങ്ങളിൽ പിതാക്കന്മാരുടെ പാപം നിമിത്തം നമ്മളിലേക്ക് രോഗവും കഷ്ടവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ് അതൊന്നുമല്ല കാരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിനാണ് ഈ വ്യക്തി ഇപ്രകാരമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകരം ഇവിടെ ആയിരിക്കുമ്പോൾ എല്ലാ രോഗങ്ങളും എല്ലാ പ്രതികൂലങ്ങളും അത് നിങ്ങളുടെ പാപത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും പാപത്തിൻ്റെ പരിണത ഫലമല്ല. ചിലതൊക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഏത് പ്രതിസന്ധിയിലും നിങ്ങളാണെങ്കിലും നമ്മൾ ചിന്തിക്കുക, ഇത് ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ വിഷയത്തിൽ വെളിപ്പെടാനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കാരണം, ഒരു വ്യക്തി നമ്മുടെ എല്ലാവരും ഈ സമൂഹത്തിലൊരു ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അപ്പനും അമ്മയ്ക്കും ഒരു പ്ലാനും പദ്ധതിയും കാണും. ഈ ലോകത്തിലുള്ള ആൾക്കാർക്കൊരു പ്ലാനും പദ്ധതിയും കാണും. സ്വയം നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും കാണും. അങ്ങനെ പലർക്കും പല രീതിയിലുള്ള പ്ലാനും പദ്ധതിയും ഒരു വ്യക്തി ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ആരുടെയും പ്ലാനും പദ്ധതിയും അല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ സൃഷ്ടിയുടെയും പുറകിൽ ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാൾ വരെ ദൈവത്തെ അറിയാതിരുന്ന സമയത്ത് നമുക്ക് ഇതറിയത്തില്ല, ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിലില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജനിച്ചു, നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതി ഉണ്ടാകാം. ഇതൊക്കെ കണ്ടും അറിഞ്ഞുമാണ് നമ്മൾ ജീവിച്ചത്. പക്ഷേ എന്ന് ദൈവത്തെ അറിഞ്ഞോ അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഇന്ന് വരെ ഞാൻ ജീവിച്ചത് എൻ്റെ ഇഷ്ടത്തിനും നാട്ടുകാരുടെ ഇഷ്ടത്തിനൊക്കെ ആയിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിലല്ല, അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കുമായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല നടക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ നടക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം, കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്വയം ആ ദൈവത്തെങ്കിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവാത്മാവ് നടത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇതിനകത്ത് വന്നിരിക്കുന്നവര്, നമ്മൾ എന്തിനാണ് ഈ ദൈവത്തെ വിളിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ആലയത്തിനകത്ത് വന്നിരിക്കുന്നത്? എന്തിനാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ രോഗം കൊണ്ട് നടക്കാനാണോ? ഈ പാപവും ശാപവും നിറഞ്ഞ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണോ? അതോ വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം, എല്ലാവരുടെയും ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ എല്ലാ വിടുതലിനും ഒരു തടസ്സമുണ്ടാകാൻ വഴിയുണ്ട്. ഇവിടെ ഈ കുരുടൻ്റെ വിടുതലിന് ഒരു തടസ്സമുണ്ട്. അധ്യായം തന്നെ മുന്നോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, അതൊരു ശബ്ബത്ത് ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് ശബ്ബത്ത് ദിവസത്തിൽ ഒരു രോഗിയെ സൗഖ്യമാക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കർത്താവ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഇഷ്ടത്തിലല്ല. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളൊന്നും നിന്റെ വിടുതലിന് ഒരു തടസ്സമായി മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ മനുഷ്യൻ്റെ വിടുതലിന് തടസ്സമുണ്ട്. ഒന്ന് ശബ്ബത്ത് ദിവസമാണ്. സ്തോത്രം. എങ്ങനെ ഒരത്ഭുതം ദൈവം ഇതിനെ ചെയ്യാൻ സാധിക്കും? കാരണം ഇപ്പോൾ തന്നെ ഈ മാസ്കൊക്കെ നമ്മൾ ധരിച്ച് വരാൻ കാരണം ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് സമൂഹത്തോടൊരു ബാധ്യത നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയാകാൻ പാടില്ല. സമൂഹത്തിലെ പല നിയമങ്ങൾ നമ്മൾ അനുസരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവായ യേശുവും ഈ വ്യക്തിയെ സൗഖ്യമാക്കാൻ പാടില്ല. കാരണം ആ സമൂഹം അല്ലെങ്കിൽ യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് ശബ്ബത്ത് ദിവസത്തിൽ ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് വിടുതൽ വേണോ? വിടുതൽ വേണ്ടേ?
മനുഷ്യൻ്റെ വിടുതലാണോ വലിയ കാര്യം? ആ മനുഷ്യൻ്റെ രോഗത്തിൽ നിന്ന് പുറത്തു വരുന്നതാണോ വലിയ കാര്യം? അതോണോ നിയമമാണോ വലിയ കാര്യം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഏത് വലിയ നിയമങ്ങളുണ്ടെങ്കിലും, എത്രയൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ വിടുതലിൽ നിന്ന് എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, എൻ്റെ ദൈവം ഇത് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലോട്ട് വന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ആ വിലപ്പെട്ടവരായതുകൊണ്ടാണ് ഈ ലോകം ഉണ്ടാക്കിയ നിയമങ്ങളും സാഹചര്യങ്ങളും ഒന്നും ഇന്ന് കർത്താവിന് നമ്മുടെ വിടുതലിന് തടസ്സമല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ വന്ന ഏത് രോഗത്തിലോ ഏത് പ്രതിസന്ധിയിലാണോ നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ പൂർണ്ണമായും കർത്താവേ, എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളോ സാഹചര്യങ്ങളോ ഒന്നും നോക്കാതെ എന്നെ സൗഖ്യമാക്കാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എല്ലാ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തിന് ഇറങ്ങി വന്ന് എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം പലപ്പോഴും പലരുടെയും വിഷയം പലതാണ്. പ്രൈസ് ദി ലോർഡ്. ആ വിഷയങ്ങൾക്ക് നമ്മൾ പറയുന്ന കാരണങ്ങളുണ്ട്. ആ വ്യക്തി മാനസാന്തരപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ആര് പറഞ്ഞാലും കേൾക്കാത്ത വ്യക്തിയാണ്. ആര് ഉപദേശിച്ചാലും കേൾക്കാത്ത വ്യക്തിയാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല എൻ്റെ മക്കൾ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭർത്താവിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ആർക്കും, ദൈവത്തിന് പോലും ഇവനെ നന്നാക്കാൻ അല്ലെങ്കിൽ നേരെയാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പല കാര്യങ്ങളിലും പല വ്യക്തികളെ നോക്കി നമ്മൾ പറയാം. പ്രൈസ് ദി ലോർഡ്. ചില രോഗങ്ങളെ നോക്കി നമ്മൾ പറയാറുണ്ട്. എയ്ഡ്സ് രോഗം വന്നാൽ, അല്ലെങ്കിൽ കൊറോണ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ ആ രോഗത്തെ നമ്മൾ വലുതായി കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തെ വലുതായി കണ്ടാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ എല്ലാവരും, ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ ചില വ്യക്തികളുടെ മാനസാന്തരം ദൈവം പോലും കളഞ്ഞ വ്യക്തിയാണ്. ദൈവത്തിന് പോലും ഈ വ്യക്തിയെ വേണ്ട, ദൈവം കളഞ്ഞിരിക്കുകയാണ് നമ്മൾ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം പോലും കൈവിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വിടുതലിന് വേണ്ടി, ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊരു ദീർഘക്ഷമയോടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ തന്നെ അത്ഭുതങ്ങൾ നടന്നില്ല എങ്കിൽ നമ്മൾ പറയുന്ന കാര്യമാണ്, ഇത് ദൈവത്തിന് പോലും സൗഖ്യമാക്കാൻ പറ്റാത്ത ക്യാൻസറാണ്, ദൈവത്തിന് പോലും സൗഖ്യമാക്കാൻ പറ്റാത്ത എയ്ഡ്സ് രോഗമാണ്, ദൈവത്തിന് പോലും ഈ കൊറോണ എടുത്തു കളയാൻ സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പോലും ഈ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ഈ വചനം വായിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചത് കൊണ്ട് നമ്മളൊക്കെ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും പറയാൻ സാധിക്കും ദൈവത്തിന് അസാധ്യമാണ്? ഒരു വ്യക്തിയുടെ മാനസാന്തരം അസാധ്യമാണോ ദൈവത്തിന്? ദൈവത്തിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്നത് അസാധ്യമായ കാര്യമാണോ? നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? എന്ത് വിശ്വസിക്കുന്നു? ദൈവത്തിന് സാധ്യമാണോ അസാധ്യമാണോ? നിങ്ങളുടെ പ്രശ്നത്തിൽ മറുപടി തരാൻ ദൈവത്തിന് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് കാര്യത്തിനും മാറ്റം തരാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നമ്മൾ എപ്പോൾ വിശ്വസിക്കുകയും, പ്രൈസ് ദി ലോർഡ്, അതിനുവേണ്ടി കാത്തിരിക്കുകയും മടുപ്പ് കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോഴാണ് എല്ലാ വിഷയത്തിനും മറുപടി ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ കുരുടനായൊരു മനുഷ്യൻ, പിറവിയിലെ കുരുടൻ, പിറവിയിലെ മുടന്തൻ, പിറവിയിലെ കൂനനായ വ്യക്തി, പ്രൈസ് ദി ലോർഡ്, ഇവരെയൊക്കെ കർത്താവ് ഒറ്റ സെക്കൻഡ് കൊണ്ട് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ചില വിഷയങ്ങളിൽ എന്തുകൊണ്ട് വിടുതലുണ്ടാകുന്നില്ല? ഒരു വശത്ത് നമ്മൾ വലിയ വെളിപ്പാടുകൾ പറഞ്ഞാലും നമ്മൾ പിശാചിനെ ഭയപ്പെടാറുണ്ട്, രോഗത്തെ ഭയപ്പെടാറുണ്ട്, വ്യക്തികളെ ഭയപ്പെടാറുണ്ട്, സാഹചര്യങ്ങളെ ഭയപ്പെടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭയങ്കര ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ കൊറോണയെ നമ്മൾ ഭയപ്പെടാറുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഭയം ഇല്ലെന്ന് പറയുമ്പോഴും എന്ത് ചെയ്യും? ഒരു ആളുടെ തന്നെ അറിയാതെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചെന്ന് എന്ത് ചെയ്യും?
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തടസ്സമായിരിക്കുന്നത് നമ്മൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കുന്നില്ല, സാഹചര്യം കൊടുക്കുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നില്ല ഈ വിഷയത്തിന്, ഈ രോഗം മാറാൻ എൻ്റെ കർത്താവ് മതിയായവനെന്ന് ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇന്ന് പകൽ. നിൻ്റെ വിഷയം ഏതായിക്കൊള്ളട്ടെ, കടഭാരത്തിൻ്റെ വിഷയമായിരിക്കാം, സാമ്പത്തിക നന്മ ഇല്ലാതിരിക്കുന്ന വിഷയമായിരിക്കാം, മനുഷ്യരിൽ ഞാൻ ആശ്രയിക്കുന്നില്ല എന്നൊരു വലിയ തീരുമാനം ഇന്ന് പകൽ നമ്മൾ എടുക്കുമ്പോൾ എൻ്റെ ദൈവം നിന്റെ വിഷയത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല, പ്രൈസ് ദി ലോർഡ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ 4 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുകയും ആ സുവിശേഷങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ധ്യാനിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോകും. അന്ന് വരെ ലോകത്തിൽ, അതായത് അന്ന് വരെ ആരും കണ്ടിട്ടില്ല കുരുടന്മാർ സൗഖ്യമാകുന്നത്. അതാണ് ഈ അധ്യായത്തിൽ ഏറ്റവും വലിയ സംഭവം. ഒരു വലിയ അഭിപ്രായ വ്യത്യാസവും ഭയങ്കര സംഘടന അവിടെ നടക്കുകയാണ്. ഇന്ന് വരെ ആരും കാണാത്ത ഒരു അത്ഭുതമാണ് ഈ അധ്യായത്തിൽ ദൈവം ചെയ്യുന്നത്. ഇന്ന് വരെ ഒരു കുരുടനായ മനുഷ്യനെ ആരും സൗഖ്യമാക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ചരിത്രത്തെ, വിപ്ലവകരമായൊരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പിറവിയിലെ രോഗബാധിതനായ ഈ മനുഷ്യനെ എൻ്റെ ദൈവത്തിന് സൗഖ്യമാക്കാൻ സാധിച്ചു എങ്കിൽ നമ്മുടെ ഇന്നിവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ വിഷയത്തിന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് മറുപടി തരാൻ ശക്തനാണ്. കർത്താവിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കരങ്ങളെ അടിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ, കർത്താവ്, ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു രോഗവിടുതലിന് വേണ്ടിയാണ്, പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനാണ്. പക്ഷേ ആദ്യം നമ്മൾ വിശ്വസിക്കേണ്ടത് എൻ്റെ കർത്താവ് ഈ വിഷയത്തിന് മതിയായവനാണ്, എൻ്റെ ദൈവം ഈ വിഷയത്തിന് മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് ഏത് വിഷയങ്ങളെക്കാൾ വലിയവനാണ്. ഈ രോഗത്തിൻ്റെ പേരിനേക്കാളും വലുതാണ് എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്. ശാപത്തിനേക്കാൾ വലിയവനല്ലേ യേശു? ഏത് കൊടികെട്ടിയ ശാപമാണെന്ന് പറഞ്ഞാലും, അയ്യോ ഭയങ്കര ശാപം പിടിച്ച കുടുംബം നമ്മൾ കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ പറയാറുണ്ട് ചില സമയങ്ങൾ ചില കുടുംബങ്ങളെ നോക്കിയിട്ട് എന്നും മരണം, എന്നും തകർച്ചകൾ, മരണങ്ങൾ, കൊലപാതകങ്ങൾ, ആക്സിഡൻറ്റുകൾ ഒക്കെ ഉള്ള ആൾക്കാരെ കാണാറുണ്ട്. അവർ ഭയങ്കര ശാപഗ്രസ്തരായ വ്യക്തികളാണ്, ഭയങ്കര ശാപം പിടിച്ച കുടുംബമാണ്. പക്ഷേ ഈ ശാപത്തേക്കാൾ വലിയവനായ ഒരു ദൈവം നമ്മുടെ മധ്യനുണ്ട്, അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് നിൻ്റെ കുടുംബം, അല്ലെ നീ തന്നെ നിന്നെക്കുറിച്ച് ഞാനൊരു ശപിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ചിന്തയുണ്ട്. ഏത് ശാപത്തെയും, നിൻ്റെയും എൻ്റെ ശാപത്തെയും വഹിച്ച യേശു കർത്താവ് ഇതിനെ പൊട്ടിക്കാൻ ശക്തനാണ്, നിന്നെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൊടികെട്ടിയ ശാപം പിടിച്ചവനാണ് നീയെങ്കിൽ വലിയവനായ യേശു ഈ ശാപത്തിന് മതിയായവനാണ്. ഭയങ്കരമായ മാരക രോഗത്താൽ പിടിക്കപ്പെട്ട വ്യക്തിയാണ് നീയെങ്കിൽ ആ രോഗത്തിൻ്റെ പേരിനേക്കാൾ വലിയൊരു പേര് ഇന്ന് നമുക്കുണ്ട്. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം സകല നാമത്തിനേക്കാൾ വലിയ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നാമം പറയുമ്പോൾ ഈ രോഗം നിന്റെ കാൽ കീഴിൽ തകർന്നു വീഴാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എല്ലാത്തിനേക്കാൾ വലിയവനായ ദൈവത്തെയാണ് ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കുരുടനായ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ എന്നും കുരുടനായിരിക്കുന്നതാണ് അവിടെയുള്ള പള്ളിപ്രമാണിമാർക്ക് ആഗ്രഹം. അവൻ പിച്ചക്കാരനായിട്ട് കുരുടനായിട്ട് അവിടെ ഇരിക്കുകയാണ്. പള്ളിപ്രമാണികളെല്ലാം വന്ന് വളഞ്ഞിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കും, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അവനെ അനുഗ്രഹിക്കുന്നു. അവൻ്റെ അപ്പൻ്റെയോ അമ്മയോടെയോ ശാപമോ എന്തെങ്കിലും പ്രവൃത്തി ദോഷമോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഞാൻ വന്നത് സൗഖ്യമാക്കാനാണ്. കർത്താവ് കാരണം ചികഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയല്ല. നിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണങ്ങളും റൂട്ടുകളും പലതും കാണാം. അത് മനുഷ്യൻ അതിൻ്റെ പുറകെ പോകും. എന്നാൽ എൻ്റെ ദൈവം പുറകെ വരുന്നത് നിന്നെ സൗഖ്യമാക്കാൻ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭൂതം ഇളകിക്കഴിഞ്ഞാൽ പിശാചിനെ ഒഴിപ്പിക്കുന്നവൻ പിശാചിനോട് ചോദിക്കും, ഇവിടെ നിന്ന് വന്നു, എന്താണ് നിൻ്റെ പേര്, ആരാണ് ചെയ്തു വിട്ടത് എന്നൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് അതിൻ്റെ പുറകെ പോകാറില്ല. ഇവിടെ നിന്ന് വന്നു, ആര് ചെയ്തു വിട്ടു, എന്താണ് ഇതിന് കാരണം, എന്ത് കാരണമാണെങ്കിലും ഇവിടെ നിന്ന് വന്നാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ പറഞ്ഞാൽ ആ നിമിഷം അത് പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ, നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ റീസൺ നിന്നോട് ചോദിച്ച് നിന്നെ കുഴപ്പിക്കുന്നവനല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. അത് ചികഞ്ഞു പോകുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. കർത്താവ് നേരെ വന്ന് പറയും, നിന്റെ സീസൺ ആയിരിക്കുന്നു, ഈ സീസൺ നിന്റെ വിടുതലിൻ്റെ സീസണാണ്, സൗഖ്യത്തിൻ്റെ സീസണാണ്, നിന്റെ സമയമായിരിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കാൻ നീ തയ്യാറാണോ? പ്രൈസ്. പിറവിയിലെ വിഷയമുള്ള നിന്റെ ലൈഫിൽ ഇന്നത്തെ ഈ ദിവസം, ഈ നിമിഷം നിന്റെ വിടുതലിൻ്റെ നിമിഷമാണ്, വിടുതലിൻ്റെ സമയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പം നമ്മുടെ രോഗത്തിൻ്റെയോ ഈ കടഭാരത്തിൻ്റെയോ ഒക്കെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതായിരിക്കാം. പക്ഷേ ഹൃദയം തുറന്ന് ഇന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, ഇനി ഞാൻ ഈ പാതയിലൂടെ ജീവിക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചേ മതിയാവുമെന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ ഈ വിഷയത്തിനൊരു മറുപടി സ്വർഗത്തിലെ ദൈവം തരാൻ പോവുകയാണ്. ശക്തമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ, കരങ്ങളെ ചേർത്തടിച്ച്. ഹല്ലേലൂയ. നിന്റെ വിടുതലിന് തടസ്സമായി ഈ ലോകം, പള്ളി പ്രമാണികളും പള്ളിക്കാരും സമൂഹവും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിന്റെ ഭവനത്തിനകത്ത് കർത്താവൊന്ന് കയറി നിന്നെ തൊട്ടൊന്ന് സൗഖ്യമാക്കാൻ വരുമ്പോൾ നാട്ടുകാർ പറയും, ഇത് ക്രിസ്ത്യാനിയുടെ വീടല്ല, ഹിന്ദുവിൻ്റെ വീടാണ്. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാർ പറയും, ഇത് മാറുന്ന വിഷയമല്ല, ഈ വ്യക്തിക്ക് മാനസാന്തരമില്ല, പള്ളിയിൽ വരുന്നെങ്കിലും സ്വഭാവ ദൂഷ്യമുള്ളതാണ്, പലതും പറയാം. എന്നാൽ ഇന്ന് പകല ഈ റീസണുകളൊക്കെ ഉള്ളപ്പോൾ തന്നെ ആത്മാവ് പറയുന്നു, നിന്നെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സരിവുണ്ട്. പ്രൈസ്. ഈ മനസ്സരിവുള്ള ദൈവത്തിൻ്റെ മുന്നിൽ നീ എന്നും ഇങ്ങനെ കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ പിച്ച എടുത്തുകൊണ്ട് നടക്കാനല്ല ദൈവം നിന്നെ കാണുന്നത്, വിളിച്ചത്. നിന്റെ ആ കുരുട്ട് കണ്ണ് അങ്ങനെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ വിഷയം എന്നും കുന്നും മരണം വരെ ഇതും കൊണ്ട് നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ വിടിവിക്കുവാൻ. എൻ്റെ ദൈവത്തിന് ഇന്ന് പകൽ പ്ലാൻ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകല് വിടുതൽ പ്രാപിക്കാനുള്ളവർ മാത്രം ഫേസ് ടു ഫേസ് നോക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ, എന്നും കുന്നും എന്നും പിശാചെ എൻ്റെ അകത്തിരിക്കാനല്ല ദൈവം എന്നെ വിളിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. സൗഖ്യമാക്കുവാൻ മനസ്സരിവുള്ളവനാണ് എൻ്റെ ദൈവം, പ്രശ്നത്തിന് പരിഹാരം തരുന്നവനാണ് എൻ്റെ ദൈവം. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം കർത്താവിന് സാധിക്കാത്തൊരു കാര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ അറിവാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. എവിടെയൊക്കെയോ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ചില വിടുതലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ കടന്നു പോയതൊക്കെ മറന്നിട്ട് വീണ്ടും നമ്മൾ പഴയതുപോലെ ജീവിക്കുമ്പോഴാണ് വീണ്ടും പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെയും നമ്മൾ തൊടുന്നതൊന്നും അനുഗ്രഹിക്കപ്പെടുന്നില്ല, പല രീതിയിൽ നോക്കിയിട്ടും അങ്ങോട്ട് ഉയർച്ച പ്രാപിക്കുന്നില്ല. കാരണം ഒരു സൈഡിൽ നമ്മുടെ വഴി ദൈവത്തിൻ്റെ വഴിയല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പലപ്പോഴും അനുഗ്രഹങ്ങൾ നിലനിൽക്കാതെ പോകുന്നത്. ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് നിലനിൽക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളിലേക്ക് ദൈവം തരുന്ന വിടുതലും സൗഖ്യവും അനുഗ്രഹവും എന്നും നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ പിശാചിൻ്റെ ഉത്തരവാദിത്വമല്ല, യേശു കർത്താവിൻ്റെ ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രൈസ് ദി ലോർഡ്, പള്ളി പ്രമാണികന്മാരും സമൂഹവും ഇവനെ നോക്കി പറയുകയാണ്, മരണം വരെ നീ കുരുടനായിട്ടിരിക്കണം. കാരണം നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ശാപം നിൻ്റെ മേൽ വന്നതുകൊണ്ടാണ്. നീ ശപിക്കപ്പെട്ടവനാണ്, നിൻ്റെ മരണം വരെ ഇത് അനുഭവിച്ചേ പറ്റൂ. ചില ആൾക്കാർക്കൊരു ഇതാണ്, ഒരു വാശിയാണ്, നമ്മൾ എന്ന് ഇങ്ങനെ ഇരിക്കണോ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം നിൻ്റെ അപ്പനും അമ്മയും പാപം ചെയ്യും. ഞങ്ങൾക്കറിയാം അത്രയും ദ്രോഹം ചെയ്ത വ്യക്തിയാണ് നിൻ്റെ അപ്പനും അമ്മയും. അതുകൊണ്ടാണ് ഇതൊക്കെ നീ അനുഭവിക്കുക. അതുകൊണ്ട് മരണം വരെ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്നത് പൊട്ടാൻ പോവുകയാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും പറയും, ഇവനെ ഞാൻ പോലീസുകാരനാക്കും, ഇവനെ ഞാൻ പൈലറ്റാക്കും, പ്രൈസ് ദി ലോർഡ്, ഞാനിവനെ എന്താക്കും, പിന്നെ എൻജിനീയറാക്കും, ഡോക്ടറാക്കും. അപ്പനും അമ്മയും പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷേ പലരും ക്രിമിനലായി മാറുന്നതല്ലാതെ ഡോക്ടർ ആവാറുമില്ല, എൻജിനീയർ ആവാനുമില്ല. മദ്യപാനികളാകും, ഗുണ്ടകളാകും, അലഞ്ഞു തിരിഞ്ഞ് നടക്കും, ശാപം പിടിച്ചവനായി പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹങ്ങൾ, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മക്കളുണ്ട്.
നമ്മളെല്ലാം അപ്പനും അമ്മയൊക്കെയാണ്. നമ്മുടെ തലമുറകളെക്കുറിച്ച് വലിയ പ്ലാനും പദ്ധതി നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഏറ്റവും നല്ല കാര്യങ്ങളാണ് അപ്പനും അമ്മയൊക്കെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ പിറവിയിലെ കുരുടനായ മനുഷ്യൻ ജനിച്ചപ്പോൾ തൻ്റെ അപ്പനും അമ്മയും കയ്യിലെടുത്ത് എന്നും ഇവൻ പിച്ചക്കാരനായിട്ടിരിക്കാൻ അവർ ആഗ്രഹിച്ചതേയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നും കുരുടനായിട്ടിരിക്കാൻ അപ്പനും അമ്മയും ആഗ്രഹിച്ചതല്ല. പക്ഷേ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചില കഷ്ടങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നെങ്കിൽ ഇന്ന് പകൽ അതിന് അറുതി വരുത്തുവാനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നിറങ്ങി വരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്നതായി മാറണം, എനിക്ക് ഇന്നൊരു ജോലിയിലാകണം, ഇന്നൊരു ഭാവിയിലെത്തണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ എത്തിപ്പെടാൻ സാധിക്കത്തില്ല. സാഹചര്യങ്ങളോ ശാപങ്ങളോ ഒക്കെ നമ്മളെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അതിനും ഒരു മാറ്റം തരുവാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതായത് നമ്മുടെ ഇഷ്ടം നടക്കുന്നത്. ഇപ്പം ഞാൻ ജനിച്ചു, പ്രൈസ് ദി ലോർഡ്. എനിക്ക് പണ്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു, SI ആയി മാറണമെന്ന്, ഒരു സബ് ഇൻസ്പെക്ടർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അതിനു വേണ്ടിയൊക്കെ ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. എൻ്റെ ജീവിതം ഭയങ്കര പരാജയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ലൈഫിൽ ഭയങ്കരമായ പരാജയത്തിൻ്റെ നടുവിലൂടെയാണ് ഞാൻ പോയത്. ഒരിടത്തും എനിക്ക് ജയമില്ല. പിന്നെ 10, 26, 27 വയസ്സ് വരെ ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ, പക്ഷെ ഒന്നും നടന്നില്ല. മുഴുവൻ പരാജയങ്ങളുടെ ഒരു വലിയ ഒരു അനുഭവത്തിലോട്ട് ഞാൻ പോകാനിടയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിച്ചു, എൻ്റെ അപ്പൻ ആഗ്രഹിച്ചു ഗൾഫിൽ കൊണ്ടുപോകണം, എന്നെ അവിടെ സെറ്റിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ ആഗ്രഹവും നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം നടന്നില്ല, എൻ്റെ ആഗ്രഹം നടന്നില്ല. നാട്ടുകാർ പറഞ്ഞു ഇവൻ വലിയൊരു ഗുണ്ടയായി മാറുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ പല രീതികളിൽ എന്നെക്കുറിച്ച് പിന്നെ നാട്ടുകാരൊരു കാര്യം പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു നന്നാവില്ല, രക്ഷപ്പെടില്ല. ഞാൻ സ്വയം വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മ പ്രാപിക്കാൻ എനിക്ക് സാധിക്കത്തേയില്ല. ഹല്ലേലൂയ. പക്ഷേ ഒരു ദിവസം ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെക്കൊണ്ട് സാധിക്കാത്തത്, നാട്ടുകാരെ കൊണ്ട് സാധിക്കാത്തത്, അപ്പനെയും അമ്മയും കൊണ്ട് സാധിക്കാത്തതായ ഒരു വലിയ, ഞാൻ സ്വപ്നം പോലും കാണാത്ത ഒരു പുതിയ ചരിത്രം എന്നിലൂടെ ദൈവം രചിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാച് എഴുതി വെച്ച സകല കയ്യെഴുത്ത് പ്രതികളും കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ തറച്ചിട്ട് ഒരു പുതിയ ജാതകം, അല്ലെങ്കിൽ ഒരു പുതിയ ഭാവി നസറേയനായ യേശു എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകല് ദൈവമക്കളെ ഇവിടെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഈ കുരുടനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതാ സംഭവിച്ചത്. നാട്ടുകാരും വീട്ടുകാരും അപ്പനും അമ്മയും ആ കുരുടനായ മനുഷ്യൻ ചിന്തിച്ചു, മരണം വരെ ഞാൻ കുരുടനായി ജീവിക്കും. എന്നാൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരു പെട്ടെന്നൊരു ബ്രേക്ക് ത്രൂ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം വന്നതുപോലെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ചില ഒരു വലിയ ടേണിംഗ് പോയിന്റുകൾ, അതിഭയങ്കരമായ ബ്രേക്ക് ത്രൂകൾ കർത്താവിന് തരാൻ പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്? ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വലിയ പ്ലാനും പദ്ധതിയുമുണ്ട്. എൻ്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരമല്ല, നിന്റെ ഇഷ്ടപ്രകാരമല്ല, നാട്ടുകാരുടെ അഭിപ്രായമല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. സകല മനുഷ്യരും നോക്കി നിൽക്കെ, ഒരുപക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞ ചില കാര്യങ്ങൾ കാണാം, ഇതെല്ലാം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം ഇറങ്ങി വന്ന് നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു, നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും അനുഗ്രഹത്തിന് തടസ്സം ലോകമാണ്. കർത്താവ് ഈ വ്യക്തിയെ സൗഖ്യമാക്കാൻ പോകുന്നുണ്ട്. എങ്ങനെ സൗഖ്യമാക്കാൻ പോകുന്നു? ആ അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മണ്ണെടുത്ത് കുഴച്ച് തുപ്പി. എന്ത് ചെയ്തു? മണ്ണെടുത്ത് എന്ത് ചെയ്തു? തുപ്പി അതിനെ ചേർന്ന് എന്ത് ചെയ്തു? അതാണ് രണ്ടാമത്തെ തടസ്സം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ തടസ്സം ശബ്ബത്ത് ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിന് അതിൻ്റെ വല്ല ആവശ്യമുണ്ട്. ഇപ്പം ഞാനിതാ ഈ സഹോദരന് എന്തോ ഒരു അസുഖമുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഒരു ആളിനെ പറഞ്ഞ് താഴെ വിട്ടിട്ട് കുറച്ച് ചേറെടുത്തോണ്ട് വരാൻ പറയുക. എടുത്തോണ്ട് വന്നിട്ട് അതിനെ ഞാൻ തുപ്പി പുള്ളിക്ക് തേച്ച് കൊടുത്ത് സൗഖ്യമാക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കസേര വിട്ട് എഴുന്നേറ്റ് നേരെ ഡോറ് തുറന്ന് ഇറങ്ങിപ്പോവും. ഹല്ലേലൂയ. എന്നിട്ട് പറയും, ഇതൊന്നും ബൈബിളിലില്ലാത്ത കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണോ കർത്താവ് സൗഖ്യമാക്കുന്നതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? എല്ലാവരും ഓടത്തില്ലേ? എല്ലാവരും പറയും, ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ.
അതുപോലെയുള്ളൊരു കാര്യമാണ് കർത്താവ് ചെയ്യുക. കർത്താവിന് വലിയ കാര്യമുണ്ടോ? കർത്താവിന് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോലെ ഈ കണ്ണ് സൗഖ്യമാകാൻ. പക്ഷേ യേശു എന്താ ചെയ്തത്? എല്ലാവരും നോക്കി നിൽക്കേ എന്ത് ചെയ്തു? തുപ്പി. എന്തിനായി തുപ്പിയത്? പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ തുപ്പുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മ്ലേച്ഛമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ നേരെ തുപ്പുക അല്ലെങ്കിൽ അതൊരു അപമാനകരമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ രോഗിയായിരിക്കാം, എന്നാലും തുപ്പി സൗഖ്യമാക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ, ഒരു സൗഖ്യം വെളിപ്പെടണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തക്കവണ്ണം താഴ്ന്ന് ഇറങ്ങി നമ്മൾ വരണം. ഞാനിവിടെ ഇരിക്കേ ഉള്ളൂ, വേണമെങ്കിൽ കർത്താവ് എന്നെ വന്ന് സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ അവിടെ ഇരിക്കേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും അങ്ങ് ചർച്ചിൽ വന്ന ഒരു സൗഖ്യം വേണ്ട. പാഷന്മാരിഞ്ഞ് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു ആരാധന നടത്തിയിട്ട് അങ്ങനെ സൗഖ്യം വേണ്ട. പ്രൈസ്, വേണമെങ്കിൽ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചോ. മരിക്കാൻ കിടക്കുന്നവൻ്റെ അഹങ്കാരമാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടില്ലേ പല ആൾക്കാരുടെ നികളും അഹങ്കാരവും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഫോട്ടോ കാണിച്ച് ഇതെല്ലാം ഞങ്ങളുടെ അപ്പച്ചന്മാരും അപ്പുമ്മമാരുമാണ്, ഇവരൊക്കെ നമുക്കുണ്ട്. ഇനി പാഷന്മാരെന്ന് നമ്മുടെ വീട്ടിൽ വരണ്ട, മരിക്കാൻ കിടക്കുക. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ പല ആൾക്കാരുടെ നികളം അഹങ്കാരം? പ്രൈസ് ദി ലോർഡ്. ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുക. അപ്പോൾ പറയും പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ ഇതെല്ലാം മുത്തച്ഛന്മാരാണ്, ഇതൊക്കെ ഞങ്ങളുടെ മധ്യസ്ഥന്മാരാണ്, ഇവരൊക്കെ വന്ന് ഞങ്ങളെ വിടുവിച്ചോളും. ഇനി കർത്താവ് ഇനി പാഷന്മാരെന്ന് ഈ വീട്ടിൽ കയറണ്ട. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് സൗഖ്യമാക്കാൻ ഇറങ്ങി വരുമ്പോൾ പല വിധത്തിലുള്ള യേശുവിൽ നിന്നൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് അപമാനവും നിന്ദയും പരിഹാസവുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് വചനം പറഞ്ഞത്, ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് എന്ത് സംഭവം എല്ലാം നഷ്ടപ്പെടാം. പ്രൈസ് ദി ലോർഡ്. അപ്പൻ നഷ്ടപ്പെടാം, അമ്മ നഷ്ടപ്പെടാം, കുടുംബം നഷ്ടപ്പെടാം, വസ്തുവകകൾ നഷ്ടപ്പെടാം, ഈ ലോകത്തിൽ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടാം. പക്ഷേ അതിന് പകരം 100 മടങ്ങ് ഞാൻ തരും. നഷ്ടമില്ലാത്തൊരു ശുശ്രൂഷയല്ല ഇത്. ഇവിടെ ചിലതൊക്കെ നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ നിന്ന് വിടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, സൗഖ്യം വേണമെങ്കിൽ, നിത്യത വേണമെങ്കിൽ ഈ ലോകത്തിലുള്ള പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ മാനം നഷ്ടപ്പെടും, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾക്ക് ചിലപ്പോൾ സ്ഥലങ്ങളും വസ്തുവകകളും നഷ്ടപ്പെടും, നിങ്ങൾക്ക് ജോലി കിട്ടത്തൊന്നും വരത്തില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട്, ഹിന്ദു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട്, ക്രിസ്ത്യാനി ആയതുകൊണ്ട് ജോലി നഷ്ടപ്പെടാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആരെ വേണോ? യേശുവിനെ വേണോ? സൗഖ്യം വേണോ? വിടുതൽ വേണോ? അങ്ങനെയാണെങ്കിൽ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചില അപമാനങ്ങൾ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു മുഖാന്തരം ഉണ്ടായാലും അത് സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ, എനിക്കെൻ്റെ യേശു മതി. ഞാൻ എൻ്റെ ഈ ലോകത്തിൽ ചില നഷ്ടങ്ങളും ചില അപമാനങ്ങളും നിന്ദകളൊക്കെ ഉണ്ടായാലും ഇന്ന് പകൽ എനിക്ക് എൻ്റെ യേശു മതി എന്ന് നീ ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ കാറി തുപ്പി ചേറെടുത്തപ്പോൾ കുരുടനായ മനുഷ്യൻ്റെ അടുക്കൽ നിൽക്കുന്ന അപ്പനും അമ്മയും നാട്ടുകാരും വേണമെങ്കിൽ പറയും, എടാ ഈ സൗഖ്യം സാധാരണ സൗഖ്യമല്ല, ഈ പുള്ളി ഇതാ തുപ്പുകയാണ്. നിന്റെ കണ്ണിൽ തേക്കുന്നത് ചേറ, അത് തുപ്പൽ കൊണ്ട് കുഴച്ചെടുത്ത ചേർ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ തേക്കുകയാണ്. നിന്നെ ഈ വ്യക്തി അപമാനിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങനെ നാട്ടുകാരൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവൻ പറഞ്ഞാണ്, എന്ത് ചെയ്താലും എനിക്ക് സൗഖ്യം മതി, കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ എന്നെ അങ്ങ് എന്ത് ചെയ്യട്ടെ, എന്തോ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വിടുതലിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല കർത്താവ് നമ്മളോട്. ചിലരോട് ദൈവം പറയും സ്നാനപ്പെടാൻ, ചിലരോട് പറയും പിതൃപാരമ്പര്യം വിട്ടു ഇറങ്ങി വരാൻ, ചിലരോട് പറയും ജോലി ഉപേക്ഷിക്കാൻ, ചിലർ ഞങ്ങളോട് പറഞ്ഞു സ്ഥലവും വീടെല്ലാം വിട്ട് ഇറങ്ങാൻ, ദേശം വിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങളതൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കാം ചിലപ്പോൾ. പക്ഷേ വെറും 3-3.5 ലക്ഷം രൂപയുടെ സംഭവം വിട്ടപ്പോൾ ഞങ്ങൾക്ക് അന്നത് വലിയ കാര്യമായിരുന്നു. അത് യേശു പറഞ്ഞപ്പോൾ സ്ഥലവും വീടും ദേശവും വിട്ട് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറായപ്പോൾ ഇന്ന് നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരെ നേടാൻ എൻ്റെ ദൈവം ഞങ്ങളെ സഹായിക്കാനിടയായി, ഉപയോഗിക്കാനിടയായി. അപ്പോൾ എന്തെങ്കിലും വിടാൻ നമ്മൾ തയ്യാറാകണം.
എല്ലാം എനിക്ക് വേണം. എനിക്ക് ബന്ധുക്കളും വേണം, നാട്ടുകാരും വേണം, എനിക്ക് കൂട്ടുകാരും വേണം, എനിക്ക് ആരെയും വിടാൻ വയ്യ, എനിക്ക് എല്ലാ സൗഖ്യവും വേണം, യേശുവും വേണം, ഇവരെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. ചില വേദനകളിലൂടെ, ചില അപമാനങ്ങളിലൂടെ, ചില കല്ലേറുകളിലൂടെ യേശുവിനെ രക്ഷിതായി ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ ഈ നെടുമങ്ങാട് ദേശം മുഴുവൻ ഞങ്ങളെ കല്ലെറിഞ്ഞ് കാറി തുപ്പി പരിഹസിച്ച് ഉപദ്രവിച്ച് ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. അന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ പറഞ്ഞു, പാരമ്പര്യമല്ല വലുത്, കുടുംബമല്ല വലുത്, കുടുംബ മഹിമയല്ല വലുത്, ഇന്ന് ഞങ്ങൾക്കുള്ള ഈ മാനവും ഇതൊന്നും അല്ല നമുക്ക് വലുത്. നമുക്ക് വലുത് യേശുവാണ്. യേശു ഉള്ളത് കൊണ്ടാണ് മരിച്ച് മണ്ണടിയാതെ ഞങ്ങൾ ഇരിക്കുന്നത്. വിഷം കഴിച്ച് മരിക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കർത്താവായ യേശു ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, സഹോദര സഹോദരി, വെറുതെ വിടുതൽ കിട്ടത്തില്ല, വെറുതെ പ്രശ്നങ്ങൾക്ക് മറുപടി കിട്ടത്തില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം. കുരുടനായ മനുഷ്യൻ അവൻ്റെ അപ്പനും അമ്മയും നാട്ടുകാരെ നോക്കി നിൽക്കെ ഹല്ലേലൂയ ചേറെടുത്ത് കാറി തുപ്പി അവനെ അപമാനിക്കുന്നതിന് തുല്യമാണത്, അവനെ നിന്ദിക്കുന്നതിന് തുല്യമാണത്. പക്ഷേ ആ നിന്ന സ്വയം വഹിക്കാൻ ആ വ്യക്തി തയ്യാറായപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടെ യേശു പറഞ്ഞു. അവൻ്റെ കണ്ണിൽ ഈ ചേറ് പൂശി അതിന് ശേഷം പറയുകയാണ്, നേരെ ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുക. ഹല്ലേലൂയ സ്തോത്രം. അത് അനുസരിക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? കർത്താവിന് വേണമെങ്കിൽ ഒറ്റ നിമിഷം. അതിനു മുമ്പ് ഒരുപാട് കുരുടന്മാരെ ഒറ്റ നിമിഷം കൊണ്ട് തലയെ കൈവച്ച് സൗഖ്യമാക്കിയ യേശു കർത്താവ് ഈ വ്യക്തിയോട് പറയുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 2 പേരുണ്ടെങ്കിൽ 2 പേരോടും ദൈവം ഇടപെടുന്നത് ഒരുപോലെ അല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുണ്ട്, എന്നെ വിളിച്ചതുപോലെ, എന്നെ നടത്തുന്നത് പോലെ അല്ല നിങ്ങളെ വിളിക്കുന്നതും നിങ്ങൾ നടത്തുന്നതും. പ്രൈസ് ദി ലോർഡ്. ഓരോ വ്യക്തികളോടും ആത്മാവ് പല മേഖലകളിലായി ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നീ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, സഹിക്കാൻ നീ തയ്യാറാകുമ്പോൾ, പോകാൻ നീ തയ്യാറാകുമ്പോൾ, ഇറങ്ങാൻ നീ തയ്യാറാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു വലിയ വിടുതൽ നിനക്ക് ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കാൻ ഇന്ന് പകല തയ്യാറാണോ? ദൈവ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഈ സീക്രട്ട്, ഇതാണ് വിടുതലിൻ്റെ സീക്രട്ട്, അനുഗ്രഹത്തിൻ്റെ സീക്രട്ടുകൾ എന്ന് പറയുന്നത്. ചിലതൊക്കെ നമ്മൾ വിടാൻ തയ്യാറാകണം, ചിലതൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാകുമ്പോൾ. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ വീട്ടിനകത്തിരുന്നെങ്കിൽ അവർക്ക് സൗഖ്യം ഉണ്ടാകുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഈ പുരുഷാരത്തെ കണ്ട് ഭയപ്പെട്ട് നാണിച്ച് ഈ സ്ത്രീ, വലിയ പുരുഷാരം, ജനങ്ങളുടെ ഇടയിൽ രക്തസ്രാവമുള്ള ഈ സ്ത്രീ, ഇവരെയൊക്കെ തൊട്ട് സ്പർശിച്ച് ഇവരൊക്കെ ഇടിച്ചുകൊണ്ട് വേണം യേശുവിനെ തൊടാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ ഒരിക്കലും അതിന് തയ്യാറാകില്ല. പ്രത്യേകിച്ച് യഹൂദ സ്ത്രീ ഒരിക്കലും തയ്യാറാകത്തില്ല. ആരും ഒരിക്കലും ചെയ്യാത്ത, തയ്യാറാകാത്തൊരു കാര്യം തൻ്റെ ശരീരത്തിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണമെന്ന വലിയൊരു ആഗ്രഹം ഉള്ളിലുണ്ടായപ്പോൾ പുരുഷാരത്തെ അവൾ നോക്കിയില്ല, സാഹചര്യങ്ങളെ അവൾ നോക്കിയില്ല, വീട്ടുകാരെ അവൾ നോക്കിയില്ല. അവളുടെ ഉള്ളിൽ ഒറ്റ ചിന്ത മാത്രം, എനിക്ക് സൗഖ്യം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളൊരു വിഷയം കൊണ്ട് വരുമ്പോൾ ആ വിഷയത്തിന് വിടുതൽ സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രതികരണത്തിലൂടെയാണ്. ഇന്ന് പകൽ ദൈവം ഇറങ്ങി വന്ന് സൗഖ്യമാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്, പ്രതികരിക്കുന്നത്? ദൈവവചനം പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വചനങ്ങളെ, എനിക്കുള്ള വചനമാണ്, എനിക്കുള്ള ദൂതാണെന്ന് നീ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നതാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ വിഷയത്തിന് തീർച്ചയായിട്ടും ദൈവം ഇടപെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അനേകരെ ദൈവം തൊട്ടത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ചിന്തകൾക്കപ്പുറം. ദാവീദിൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ എന്നും ആടിനെ മേച്ചുകൊണ്ട് നടക്കുന്നവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കണ്ടുകൂടാ, കാട്ടിനകത്ത് ഞാൻ ഒതുങ്ങിപ്പോകും. എന്നാൽ കർത്താവ് അവൻ്റെ ചരിത്രം മാറ്റി പുറത്ത് കൊണ്ടുവന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് എന്നെയും നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഞാനും നീ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ സ്വർഗം ഇന്ന് പകൽ ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. എല്ലാ കുരുട്ട് കണ്ണുകളും തുറക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കണ്ണ് കാണുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം, പലതും കാണുന്നു എന്ന് ചിന്തിക്കുന്നവൻ പലതും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവന് കണ്ണ് കണ്ടുകൂടാ, യേശുവിനെ പുള്ളി കാണുന്നില്ല. പക്ഷെ അകത്തെ കണ്ണുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നത് മശികയാണ്, ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. ഈ കണ്ണ് കാണുന്നവനുള്ളതിനേക്കാൾ വലിയ രീതിയിൽ
ഈ കണ്ണ് കണ്ടുകൂടാത്തവൻ അകത്തെ കണ്ണുകൊണ്ട് യേശുവിനെ കണ്ടു. നിങ്ങളുടെ ഈ പുറത്തെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുന്നതല്ല ആത്മീക ജീവിതം, വിടുതലെന്ന് പറയുന്നത്. ഇതിനകത്ത് ദൂതന്മാരുണ്ട്, ഇതിനകത്ത് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. നിങ്ങൾ രണ്ട് കണ്ണും തുറന്നിരിക്കുന്നു എന്നുണ്ടെങ്കിലും നിൻ്റെ അകത്തെ കണ്ണ് തുറന്നാലേ ഇന്ന് പറയുന്ന വചനം നിൻ്റെ അകത്ത് കയറി ഒരു അത്ഭുതം സംഭവിക്കത്തുള്ളൂ സഹോദര. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കണ്ണ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഹൃദയ ദൃഷ്ടി ഇന്ന് പ്രകാശിക്കണം. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നീ ആരെയാണ് ആരാധിക്കുന്നതെന്നുള്ള വെളിപ്പാട് നിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എമ്മൗസിലോട്ട് പോയ ശിഷ്യന്മാരുടെ ഹൃദയം യേശു കർത്താവ് വചനം പറഞ്ഞപ്പോൾ കത്തിയതുപോലെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിനകത്ത് ഇതെനിക്കുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ ഹൃദയം കത്താൻ തുടങ്ങുമ്പോൾ അവിടെയാണ് നിന്റെ ശരീരത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കുന്നത്, നിന്റെ വിഷയങ്ങൾക്ക് മറുപടികൾ സംഭവിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? നീ പോവുക. ശീലോഹോം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നീ. ഇന്ന് പകൽ ഇതൊരു ശീലോഹം കുളമാണ്. ഇതിനകത്ത് ദൈവത്താൽ അയക്കപ്പെട്ടവനായി വന്നിരിക്കുകയാണ്. എന്തിനാണ് ദൈവം ഇവിടെ അയച്ചിരിക്കുന്നത്? ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ വിടുതലുണ്ട്, ഇവിടെ ജീവിക്കുന്ന ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നീ വന്നിരിക്കുകയാണ്. നീ അയക്കപ്പെട്ടവനാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇവിടെ സൗഖ്യമുണ്ട്. നീ തയ്യാറാണത് പ്രാപിപ്പാൻ? ദൈവാത്മാവ് നിന്നെ തൊട്ടിരിക്കുകയാണ്. യേശുവിന് വേണ്ടി നീ അപമാനം അനുഭവിച്ചു, നിന്നെ അനുഭവിച്ചു, വേദന അനുഭവിച്ചു. എന്നാൽ ഇന്ന് പകല് ഈ അയക്കപ്പെട്ടവനായി ഈ ചർച്ചിനകത്ത് നീ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു വിടുതൽ നിനക്ക് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൊരു ദൈവിക പ്രവൃത്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൊരു വിടുതൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൊരു സൗഖ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഇതിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങട്ടെ, ചിലരെ തൊടട്ടെ, ചില സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ആ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയ ചിലത് ചെയ്യാൻ വരികയാണ്. നീ തയ്യാറാണെങ്കിൽ, റെഡിയാണെങ്കിൽ, എൻ്റെ കർത്താവ് നിന്നെ തൊട്ട് നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചരിത്രത്തെ പരിശുദ്ധന്മാർ മാറ്റാൻ പോകുന്നു, നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാട്ടുകാരും വീട്ടുകാരും പറയുന്നതല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. എൻ്റെ ദൈവം നിന്റെ ലൈഫിൽ ചിലത് കുറിച്ച് വച്ചിട്ടുണ്ട്. നിന്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പറഞ്ഞാട്ടെ, എൻ്റെ ഭാവി മനുഷ്യൻ്റെ കരങ്ങളിലല്ല, അപ്പൻ്റെ അമ്മയുടെ കരങ്ങളിലല്ല, എൻ്റെ കരങ്ങളിലല്ല. ഞാൻ പോലും കാണാത്ത ചില നന്മകൾ, ഒരിക്കലും ചിന്തിക്കാത്ത ചിലത്, സ്വപ്നം പോലും കാണാത്ത ചില പദവികളിലോട്ട് ആത്മാവിനെ നടത്താൻ പോവുകയാണ്. എൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ജീസസ്, ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകം നിന്നെ മണ്ടനെന്ന് പറഞ്ഞായിരിക്കാം യേശുവിനെ തിരഞ്ഞെടുത്തപ്പോൾ. ഈ ലോകം നിന്നെ മണ്ടനെന്നും ഭ്രാന്തനെന്നൊക്കെ ഒരുപക്ഷെ മുദ്ര കുത്താം. പക്ഷെ നീ തിരഞ്ഞെടുത്ത വഴിയാണ് സത്യ വഴി. ഹല്ലേലൂയ. നീ ഇപ്പോൾ ആയിരിക്കുന്നതാണ് സത്യം. ഇതാണ് നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ട് വലിയൊരു ബ്രേക്ക് ത്രൂ? നമ്മൾ കേൾക്കുന്ന ദൂതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പലതും വെളിപ്പെടാതെ ഉയർച്ച പ്രാപിക്കാത്തതിന് കാരണം നമ്മൾ തന്നെയാണ്, പിശാചല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്ത് ഈ യേശുവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, അവൻ പറയുന്ന ഏത് കാര്യവും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവമക്കളെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്ത് കാര്യമായിക്കോട്ടെ, ഏത് വലിയ കാര്യമാണെങ്കിലും അത് ചെയ്യാൻ നീ തയ്യാറാകുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു അത്ഭുതം ദൈവം ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഒരു മിറക്കിൾ ഡെലിവറൻസ്, മിറക്കിൾ ഹീലിംഗ് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഇന്ന് പകല എത്ര പേർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കാൻ തയ്യാറുണ്ട്? നിന്റെ ചരിത്രം മാറണമെങ്കിൽ, കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതം മാറണമെങ്കിൽ നിനക്ക് വിരോധമായി പിശാച് എഴുതി വെച്ചിരിക്കുന്ന സകല കയ്യെഴുത്ത് പ്രതികളും ഇന്ന് പകൽ ദൈവാത്മാവ് തകർത്ത് നിനക്കൊരു ചരിത്രം വെളിപ്പെടുത്താൻ പോവുകയാണ്. കുരുടനായ മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞു, ഇതാ നീ സൗഖ്യമാകാൻ പോവുകയാണ്. ചാടി എഴുന്നേക്കെന്ന് പറഞ്ഞ അവനെ പൂർണ്ണമായും ചെളി വാരി തേച്ചപ്പോൾ അവൻ പറഞ്ഞില്ല, ഇത് അപമാനമാണ്, നിന്നയാണ്, എനിക്ക് സൗഖ്യം വേണ്ട എന്ന് പറഞ്ഞില്ല. ആ അപമാനത്തെ, നിന്നയെ, യേശുക്രിസ്തുവിനെ പ്രതി നിന്ദിക്കപ്പെടുവാൻ, അപമാനിക്കപ്പെടുവാൻ,
സ്വയം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ്, അത് മാത്രമല്ല ശീലോം കുളത്തിൽ ചെന്ന് കഴുകാൻ പറഞ്ഞപ്പോൾ അത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഇത് സൗഖ്യമാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ചോദിക്കാതെ ഇങ്ങനെയൊക്കെ എന്നെ അപമാനിക്കപ്പെട്ടു, ഞാൻ ബൈബിളും എടുത്തുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചു പോയി, ഇനി എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ പെട്ടുപോയല്ലോ എന്നല്ല നീ ചിന്തിക്കേണ്ടത്. ഇന്ന് പകല് ഹല്ലേലൂയ, യേശു നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ എത്തിക്കേണ്ട ഇടത്ത് എത്തിച്ച്, നിന്നെ അനുഗ്രഹിക്കേണ്ട രീതിയിൽ അനുഗ്രഹിച്ച്, നിന്നെ ഉയർത്തേണ്ട രീതിയിൽ ഉയർത്തി, നിന്നെ സൗഖ്യമാക്കി, നിന്നെ നിന്റെ തലമുറയെയും മാനിക്കുന്നൊരു ദൈവമാണ് ഈ ദൈവം. പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാഞ്ഞു മറഞ്ഞാലും എൻ്റെ കർത്താവ് ഒരു വചനം പറഞ്ഞാൽ മാറ്റമില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ഇതിനകത്ത് വിശ്വസിക്കുന്നു? യേശുവിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ കർത്താവ് പറയുന്ന വാക്കിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ദൈവം കൽപ്പിച്ചാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയം എത്ര വലിയ വിഷയമാണെങ്കിലും, അത് പിറവിയിലുള്ള വിഷയമാണെങ്കിലും, അതിനെ ലോകം ഇട്ടിരിക്കുന്ന പേര് ശാപമെന്നാണെങ്കിലും, ഇന്ന് നീ അത് അനുഭവിക്കണമെന്ന് പറഞ്ഞാലും എന്റെ കർത്താവിൽ വിശ്വസിച്ചാൽ സ്ഥിതി മാറാൻ പോയാൽ. ഹല്ലേലൂയ, ജീസസ് ജീസസ്. ചരിത്രം മാറും, ചരിത്രം മാറും. വിശ്വസിച്ചോ? ചരിത്രം മാറും. നിന്റെ ചരിത്രം മാറും. നീ വിളിച്ചു പറ, എന്റെ ചരിത്രം മാറും. എൻ്റെ അപ്പനും അമ്മയും ഈ ലോകം എനിക്കിട്ടിരിക്കുന്ന പേരുകൾ മാറും. എൻ്റെ സ്തുതി മാറും. എൻ്റെ ചരിത്രം മാറും. എൻ്റെ തലമുറയുടെ ചരിത്രം മാറും. എൻ്റെ കുടുംബത്തിന്റെ ചരിത്രം മാറും. യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ പലരുടെയും ലൈഫ് നിങ്ങൾ ഇരിക്കുന്നത് പോലെ പലർ കണ്ണുനീരോടെ കരഞ്ഞ് നിലവിളിച്ച, ഹന്ന കരഞ്ഞ് നിലവിളിച്ചൊരു തലമുറ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഭർത്താവ് ആശ്വസിപ്പിക്കുകയാണ്, നിനക്ക് 1000 പുത്രന്മാരിലും ഞാൻ വിശേഷതയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. തലമുറ ഇല്ലെങ്കിലും ഞാൻ നിനക്ക് തലമുറയെ പോലെ ഇരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭർത്താവ് പറയുന്നതല്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി. നാട്ടുകാർ പറഞ്ഞു ഇനി തലമുറ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹന്ന പറഞ്ഞു ഇനി എനിക്കൊരു തലമുറ ഉണ്ടാകുമോ? പക്ഷേ നിനക്ക് ലേറ്റായാലും നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നത് ഒരു ദേശത്തെ മുഴുവൻ നടുക്കുന്ന പ്രവാചകൻ നിന്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വരാൻ പോവുകയാണ്. അതുകൊണ്ട് ആത്മാവ് പറയുന്നു, ചില ലേറ്റായ വിഷയങ്ങളിൽ ഹല്ലേലൂയ ഇല്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, ഏറ്റവും ബെസ്റ്റ് നിനക്ക് ദൈവം തരാൻ പോകുന്നു. ഏറ്റവും ബെസ്റ്റായ ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ നിനക്കായി ദൈവം തരാൻ പോവുകയാണ്. കരഞ്ഞ നിലവിളിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു തലമുറ. വീണ്ടും പല തലമുറകൾ ഉണ്ടായെങ്കിലും ആ തലമുറകൾ ആരും ഹിസ്റ്ററിയിൽ വന്നില്ല. അവരുടെ ആരുടെയും പേര് ഇവിടെ പറയുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ മാത്രം പേര് പറഞ്ഞു, ശമൂവേൽ. പ്രൈസ് ദി ലോർഡ്. അത് വർഷങ്ങൾ കരഞ്ഞതാണ്. ആ കുഞ്ഞിന് വേണ്ടി കരഞ്ഞെങ്കിൽ, നിലവിളിച്ചെങ്കിൽ അവൻ സാധാരണ തലമുറയല്ല, അവനൊരു പ്രവാചകനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാൻ മുതൽ ബേർശേബ വരെ അവന്റെ പേര് പ്രസിദ്ധമായിരിക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇതിനകത്ത് ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? നിന്റെ തലമുറയ്ക്ക് വേണ്ടി വർഷങ്ങളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, യബ്ബേസിന് വേണ്ടി സ്വന്തം മാതാവ് വ്യസനപുത്രൻ എന്ന പേരിട്ടിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സകല മനുഷ്യരെയും മാതാവിനോട് പറഞ്ഞു, ഇവനെ കാണുമ്പോൾ തന്നെ ഐശ്വര്യമില്ല, ഇവൻ എന്തായി തീരും, ഇവനൊരു വ്യസനപുത്രനാണ്. എന്നാൽ യബ്ബേസിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ അവന്റെ അതിരുകളെ ദൈവം വിശാലമാക്കി അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽ കണ്ണുനീരോടെ തലമുറ വേണ്ടി വ്യസനിക്കുന്ന മാതാവിനോടും പിതാവിനോടും ആത്മാവ് വിളിച്ചു പറയുന്നു, നീ ഏറ്റവും കൂടുതൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആ തലമുറ എല്ലാവരും കാണത്തക്ക രീതിയിൽ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പടകത കൊണ്ടുവന്നിട്ടിട്ട് വലയെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസ് തിരിഞ്ഞെന്ന് പറയുകയാണ്, ഈ പടക് ശൂന്യമാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആത്മാ പറയും, നിന്റെ ഹൃദയം ശൂന്യമാണ്, നിന്റെ ജീവിതം ശൂന്യമാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് നിന്നെ സ്നേഹിക്കാൻ അംഗീകരിക്കാൻ ആരുമില്ലാത്ത ചില വ്യക്തികളോട് ആത്മാ പറയുന്നു, നീ ശൂന്യതയല്ല അനുഭവിക്കുന്നത്, ഇതാ നിറയുന്ന ഒരു അനുഭവം. നിന്റെ ഹൃദയം നിറയും, നിന്റെ പടക് നിറയും, നിന്റെ ജീവിതം നിറയും. നീ ഒറ്റയ്ക്കല്ല, എൻ്റെ യേശു നിന്റെ പടകിനകത്ത് ഇന്ന് പകൽ കയറാൻ പോകുന്നു. പത്രോസേ, നിന്റെ പടക് നിറയാൻ പോവുകയാണ്, നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. പ്രാപിച്ചോ, ദൈവശക്തി വെളിപ്പെടട്ടെ.
നിന്റെ ചരിത്രം മാറ്റാൻ പോകുക. നിന്റെ ചരിത്രം മാറ്റാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ലോകം പറയുന്നതല്ല നിന്റെ ചരിത്രം. ലോകം പറയുന്നതല്ല നിന്റെ ചരിത്രം. യോസേഫിനെ കുറിച്ച് പിതാവ് പറഞ്ഞു, നല്ല അങ്കി അവന് തച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ കൂടെ അന്ത്യം വരെയും കാണും. സഹോദരങ്ങൾ അവനെ നോക്കി പറഞ്ഞു, ഇവൻ ഒരു അസൂയക്കൻ, അഹങ്കാരിയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വയം തടവറയിൽ കിടക്കുകയാണ്, ഇവിടം കൊണ്ട് തീർന്നു എന്ന് അവൻ ജയിലിൽ കിടന്ന് അവൻ പറയുമ്പോൾ ഇതാ സ്വർഗം അവന് വേണ്ടി ഒരു വലിയ കുപ്പായം തയ്ക്കുകയാണ്, രാജകീയ കുപ്പായം. ഇന്ന് പകല് ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ സ്ഥിതി മാറുന്നു, നിന്റെ സ്ഥിതി മാറുന്നു. ലോകം പറയുന്നത് നടക്കത്തില്ല, നീ ചിന്തിക്കുന്നത് നടക്കത്തില്ല, നിന്റെ അപ്പനും അമ്മയും ചിന്തിക്കുന്നത് നടക്കത്തില്ല. ദൈവം ഒരു കുപ്പായം തയ്ക്കുന്നു. ദൈവം ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരാൻ പോകുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. കരച്ചിൽ നിർത്തണ്ട, കരച്ചിൽ നിർത്തണ്ട. നിന്റെ കണ്ണുനീരിൽ തുരുത്തിയിലാക്കി സ്വർഗത്തിലെ ദൈവം നിനക്ക് 1000 മടങ്ങായി നിന്റെ തലമുറയുടെ വിഷയത്തിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാവിനോടും പിതാവിനോടും ഹല്ലേലൂയ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ശൂന്യത നോക്കി കരയുന്ന നിന്നെ നോക്കി ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ ഭാവി ഇന്ന് പകല് മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. പിറവിയിലെ കുരുടനായവന്റെ ഭാവി ഒറ്റ നിമിഷം കൊണ്ട് മാറി. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 2 കണ്ണ് കാഴ്ച ശക്തി ഉള്ളവനായി നൃത്തം ചെയ്ത് തുള്ളി ചാടി ആലയത്തിൽ ചെന്നപ്പോൾ ആലയത്തിലുള്ളവർ അവനെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? സൗഖ്യം കിട്ടിയത് കൊണ്ട് ആലയിൽ സന്തോഷിക്കുമെന്ന് കരുതി എങ്കിൽ എല്ലാവരും ചേർന്നവനെ കളിയാക്കുകയാണ്. ഇന്ന് പകല നിന്റെ വിഷയത്തിന് മറുപടി കിട്ടിയാലും, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിയാലും അതിൽ അസൂയുള്ള ചിലരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയുന്നു, ഇതാ സ്ഥിതി മാറാൻ പോവുകയാണ്. സ്ഥിതി മാറുമ്പോഴും അവർക്ക് പിടിക്കത്തില്ല. സ്ഥിതി മാറിയാൽ അവർ പറയും, പണ്ടത്തതായിരുന്നു ഇവന് നല്ലത്, ഇവൻ രക്ഷപ്പെടണ്ടായിരുന്നു, ഇവന് വിടുതൽ ഉണ്ടാകാതിരിക്കണമായിരുന്നു. പക്ഷേ ഇന്ന് പകല എൻ്റെ ദൈവം നിന്റെ മേൽ ഇറങ്ങി വന്ന് നിന്റെ ചരിത്രം മാറ്റാൻ പോവുകയാണ്. ഇന്ന് ആത്മാവ് ദൂത് പറയുകയാണ്, ഇതുവരെ ദൈവം നിനക്ക് വേണ്ടി വെച്ച സകല ആ നന്മയും കാണാൻ പറ്റാതെ അടഞ്ഞ നിന്റെ കണ്ണുകൾ ഇന്ന് പകൽ ദൈവാത്മാവ് തുറക്കാൻ പോകുന്നു. ഇതുവരെ കാണാത്ത നന്മകൾ, ഇതുവരെ കാണാത്ത അനുഗ്രഹങ്ങൾ, അതിന്റെ വഴി ഇന്ന് പകൽ ഞാൻ യേശുവിൻ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. നീയും നിന്റെ കുടുംബവും തലമുറ ഇന്ന് വരെ കാണാത്ത നന്മ, ഇതുവരെ കാണാത്ത ലോകത്തിന്റെ സൗന്ദര്യം, യേശുവിന്റെ മുഖം, ആത്മീകവും ഭൗതികമായ അനുഗ്രഹങ്ങൾ നീ കാണാൻ പോവുകയാണ്. നിന്റെ കണ്ണ് തുറന്ന് നീ കാണാൻ പോകുന്നു. നീ അത് അനുഭവിക്കാൻ പോകുന്നു. നീ തുള്ളി ചാടുന്ന വർഷങ്ങൾ വരാൻ പോകുന്നു. നീ തുള്ളി ചാടാൻ പോകുന്നു. നിന്റെ തലമുറയുടെ അനുഗ്രഹം നീ കാണാൻ പോകുന്നു. യെസ്. അപ്പന്റെ അമ്മയുടെ കണ്ണുനീരിന് അന്നത്തെ ദിവസം മറുപടി ദൈവം കൊടുക്കുകയാണ്. അവന്റെ കെട്ടിനെ ദൈവം അഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ലോക രാജ്യങ്ങളുടെ വാതിലുകൾ, ലോക രാജ്യങ്ങളുടെ നന്മകൾ, സമൃദ്ധി, ജീവൻ, അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട തൃപ്തി അടയാൻ പോകുന്നു, സന്തോഷിക്കാൻ പോകുന്നു. അതിന്റെ സീസൺ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഓപ്പൺ. പുതിയ ന്യൂ സീസൺ ഓപ്പൺ ആകട്ടെ. യേശുവിൻ നാമത്തിൽ 2020 തന്നെ നീ കാണും. ഇന്ന് നീ കാണും. പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് ഇപ്പോൾ മുതൽ കാണാൻ പോകും. പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ കാണാൻ പോകും. പറഞ്ഞാട്ടെ, ഞാൻ കാണാൻ പോകുന്നു. ഇതുവരെ കാണാത്ത ഞാൻ കാണാൻ പോകുന്നു. ഞാൻ സന്തോഷിക്കാൻ പോകുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ആശീർവാദ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നിങ്ങൾ പ്രാപിച്ച സൗഖ്യവും ഞങ്ങൾ കേട്ട ദൈവിക ദൂതിനോടും കാലാവസാനത്തോളം ഉണ്ടാകപ്പെടുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. നമുക്കായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സമാധാനത്തോടെ സ്വസ്ഥതയോടെ